ഇനി നമ്മൾ പോകുന്നത് മരടിലെ ഒരു പെട്രോൾ പമ്പിലേക്കാണ്. അതായത് മരടിലെ ഈ പെട്രോൾ പമ്പിൽ എത്തുന്നവർ ഡബിൾ ഹാപ്പി ആകും. എന്താണ് കാര്യം എന്നല്ലേ? ഇന്ധനം നിറയ്ക്കുന്നതിനൊപ്പം തന്നെ മനോഹരമായ പാട്ടും കേൾക്കാം. പെട്രോൾ പമ്പിലെ ജീവനക്കാരിയും കലാകാരിയുമായ ലതയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേച്ചി, ഒരു പാട്ട് പാടുവോ? എനിക്ക് പൊട്ടുകൊത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. പെട്രോൾ പമ്പിലെ ആ വൈറൽ പാട്ടുകാരിയെ തേടി ഇറങ്ങിയതാണ്. ഒടുവിൽ കണ്ടെത്തി. മരട് പമ്പിലെ ജീവനക്കാരിയായ ലത ചേച്ചി. എന്താണ്, വൈറലാണല്ലോ? അതിങ്ങനെ ഞാനിങ്ങനെ ഓരോരുത്തർ പെട്രോൾ അടിക്കാൻ ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് പാടും. അതെൻ്റെ ഒരു എന്താ പറയുക, ഞാനിങ്ങനെ ഇപ്പോൾ പാട്ടിനോട് അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെ പാടും. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സൊക്കെ കേട്ട് അവർ പാടാൻ പറയും. കാറിൽ നിന്നെടുത്ത് വീഡിയോ എടുക്കും, അത് അപ്ലോഡ് ചെയ്യും, അത് വൈറലാവും. അതെ അതെ, അത് ഇടുന്നതെല്ലാം വൈറലാവാറുണ്ട്. ഭാഗ്യം, സന്തോഷം. അങ്ങനെ എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അത് ഇവിടെ എല്ലാവരും സപ്പോർട്ടാണ്. പമ്പിൽ കൂടെ സഹപ്രവർത്തകരും എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് തരാറുണ്ട്. ഇത് നേരത്തെ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പിന്നെ പാട്ടിനോടുള്ള ആ ഒരു ഇഷ്ടം അങ്ങനെ പാടി പോകുന്നതാണ്. അല്പം ബുദ്ധിമുട്ടുള്ള ജോലിയാണല്ലോ രാവിലെ പെട്രോൾ പമ്പിൽ ഉള്ള ജോലി. ആ ജോലിക്കിടയിൽ ഇതിനുള്ള സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അല്ലേ? പാട്ട് പാടി ഞാൻ ആ ജോലി ചെയ്യുമ്പോൾ അതെനിക്ക് വളരെ ഈസി ആയിട്ട്, ഒരു ടെൻഷൻ ഇല്ലാണ്ട് സുഖമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ പാടാനൊക്കെ പോകാറുണ്ടോ ആരെങ്കിലും? ഇങ്ങനെ ഞാൻ ഒരു ഓഡീഷനിലൊക്കെ പോകാറ്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ചൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമുക്ക് ആ ഫ്ലോറിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമല്ലേ. നമുക്ക് വേണ്ടി ഒരു പാട്ടൊന്ന് പാടാവോ? പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം, തടവിലെ കിളികൾ തൻ കനവിലെ മോഹമാം, പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം. ഇതേപോലെ ഇവിടെ പാടുന്നത് പോലെ തന്നെ വീട്ടിലും പണിയുടെ ഇടയിൽ കൂടിയൊക്കെ ആണെങ്കിലും എപ്പോഴും പാട്ടാണ്. എല്ലാ ജോലിയും സിമ്പിൾ ആക്കും പാട്ട്. അതെ 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 അതെ. ആരെ ഇഷ്ടപ്പെട്ട ഗായകൻ അല്ലെങ്കിൽ ഗായിക? ഗായകൻ ജയേന്ദ്രൻ സാർ. പമ്പിലിപ്പോ ഒരു 5 വർഷമായിട്ടുണ്ട്. ഈസി ആയിട്ട് പോകുന്നു. പാട്ടുണ്ടല്ലോ അല്ലേ? പാട്ടും കൂടെ ഉണ്ട്, സുഖമായിട്ട് പോകുന്നു. സന്തോഷമായിരിക്കുക. പാട്ടും ജോലിയും ഒക്കെ നടക്കട്ടെ. പാട്ടിന്റെ വഴിയിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ലത ചേച്ചിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. എന്തായാലും ലത ചേച്ചി ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആണ് പറയുന്നത്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്ത് രസമായിട്ടാണല്ലേ ലത ചേച്ചി പാട്ട് പാടുന്നത്. ഇങ്ങനെ ഇഴുകി ചേർന്ന് പാടുകയാണ്. നമുക്ക് എസ് രാഗിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. രാഗിനെ, നമ്മൾ പലപ്പോഴും എണ്ണയടിക്കാൻ പോകുമ്പോൾ ഒരുപാട് സ്ത്രീകളെ കാണാറുണ്ട് ഇത്തരത്തിൽ ജോലി ചെയ്യുന്നത്. പക്ഷെ പാട്ടുമായിട്ട് ഇങ്ങനെ ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ലത ചേച്ചി അടിപൊളിയായിട്ട് നമുക്കും പാടി തന്നു അല്ലേ? ലത ചേച്ചി പാടുന്ന പല വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് പലരും ഈ പെട്രോൾ പമ്പിൽ എത്തുന്നവർ ഒന്ന് പാടാമോ എന്ന് ചോദിച്ച് പകർത്തുന്നതാണ്. എന്തായാലും അത് പലതും വൈറലുമാണ്. അങ്ങനെയാണ് അതൊരു വാർത്ത ചെയ്യാമെന്ന് കരുതി നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ബിനു തോമസ് ഉണ്ട്. ബിനു തോമസ് ചേട്ടൻ അവരോട് ചോദിച്ചു ഒന്ന് പാടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ലത ചേച്ചി വളരെ കൂളായി പാടുകയും ചെയ്തു നമുക്ക് മുന്നിൽ. അതും നമ്മൾ മൊബൈലിൽ പകർത്തി. അപ്പോൾ ലത ചേച്ചി വളരെ അണ്ടർസ്റ്റുഡാണ്. പലരും പറയാറുണ്ട് ഇങ്ങനെ ലത ചേച്ചി പാടുമെന്ന്. അങ്ങനെ പലരും അവരോട് പാടണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. അത് മൊബൈലിൽ പകർത്താറുമുണ്ട്. എന്തായാലും അതിനുശേഷം നമ്മൾ ഇത് വാർത്ത ചെയ്യുന്ന ഘട്ടത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ലത ചേച്ചി വളരെ പോസിറ്റീവാണ്. ജീവിതത്തെ വളരെ പോസിറ്റീവായി ആയി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ലത. കാരണം പെട്രോൾ പമ്പിലെ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഒരുപാട് നേരം നിൽക്കണം, വളരെ ചൂടാണ്, അധ്വാനമുള്ള ജോലി തന്നെയാണ്. അപ്പോൾ അത് ചെയ്യുന്ന ഘട്ടത്തിൽ പാട്ടും കൂടി അതിൻ്റെ ഒപ്പം കൊണ്ടുപോവുകയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഒക്കെ തന്നെ ആ ജോലി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ലത. നമ്മളിൽ പലരും ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ, ജീവിതത്തിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ ആയാലും, നമ്മൾ ചെറുതായി ഒന്ന് ഡീറെയിൽ ചെയ്യുമ്പോൾ, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ വളരെ അസ്വസ്ഥരാകാറുണ്ട്. ചിലപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട്. ഈ ഘട്ടത്തിൽ ആണ് ലത ചേച്ചിയെ പോലുള്ളവർ നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. വളരെ പോസിറ്റീവായി എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊക്കെ പുഞ്ചിരിയോടുകൂടി നേരിട്ട് അതൊക്കെ കലാരൂപത്തിൽ തന്നെ പാട്ടുപാടി മുന്നോട്ട് പോകുന്ന
ചേച്ചി. ഇതിന് സാന്ദർഭികവശാൽ നമ്മൾ മറ്റൊരു കാര്യവും കൂടി പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ധന വില വർധന വളരെ പ്രധാനപ്പെട്ടതാണ്, പെട്രോൾ ഡീസലൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിലെത്തി ഈ പെട്രോൾ അടിക്കുന്ന ഘട്ടത്തിൽ ഇത്രയും തുക കൊടുത്ത് പെട്രോൾ അടിക്കുന്നല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇതുപോലെ സുന്ദരമായ പാട്ട് വരുന്നത്. അപ്പോൾ അതൊരു തീർച്ചയായിട്ടും ജോലി ആസ്വദിച്ച് ചെയ്യുന്നു, അതിനൊപ്പം ഇഷ്ടമുള്ള പാട്ടും പാടുന്നു. ശരിക്കും ലത ചേച്ചി സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ. നമുക്കൊക്കെ ഒരു പ്രചോദനം തന്നെയാണ് ഇങ്ങനെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുക, പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കട്ടെ ലത ചേച്ചി.